സോ വെൽക്കം ടു ദ ചാനൽ. എല്ലാവരും ഇന്ത്യയിൽ ചെയ്യും ജാവയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ ഒരു ജാവ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതൊരു ഓൾറെഡി ഓപ്പണിലാണ്. ഓപ്പൺ കൊടുത്തിട്ട് ആ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ള ജാവ ട്യൂട്ടോറിയൽസ് ചൂസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ന്യൂ എടുക്കുക, ജാവ ക്ലാസ് എടുക്കുക, ഒരു പേര് കൊടുക്കുക. ജാവ EP1 എപ്പിസോഡ് 1 എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർക്സ് ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഒരു സമയത്ത്. ഫസ്റ്റ് ബേസിക്സ് ഒന്നും ഇങ്ങനെ കയറി വരാം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഹലോ വേൾഡ് പോലെ പ്രിന്റ് ചെയ്യാം. ഹലോ വേൾഡ് നമുക്ക് കൺസോളാണ് പ്രിന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. കൺസോൾ വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിന് കാണുന്ന ഒരു സ്ക്രീൻ ഉണ്ടാവുമല്ലോ, അതിനാണ് കൺസോൾ എന്ന് പറയുന്നത്. സോ അതൊന്ന് എങ്ങനെയാ നോക്കാം. എന്നിട്ട് ഈ ഗ്രീൻ കളർ ഐക്കൺ പ്ലേ ബട്ടൺ ഞെക്കിയാൽ മതി. ഇത് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം, വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി. സോ ഇനീഷ്യൽ പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ബിൽഡ് ആവുകയാണെങ്കിൽ ഇതേപോലെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. സോ ഈ system.out.println അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓരോന്ന് എന്താണെന്ന്. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സിൽ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു അത് നമുക്ക് ഈ യൂസേഴ്സിന്റെ സ്ക്രീനിൽ ഈ കൺസോൾ യൂസറിന് കാണാൻ പറ്റുന്ന ഈ കൺസോളിൽ പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനീഷ്യലി കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ഞാൻ ടൈപ്പ് ചെയ്ത് ഒന്ന് ഈ വാക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് വേറെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യിപ്പിക്കുക, ജാവ ക്ലാസ് 1 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യിപ്പിക്കുക. സോ നെക്സ്റ്റ് ലൈനിൽ അത് പ്രിന്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഓരോരോ വാല്യൂസ് പ്രിന്റ് ചെയ്യിക്കുന്ന രീതിയിൽ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റുപാടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട് അല്ലേ. ഡേറ്റ് ആയിട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വല്ല ടെക്സ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻറ്റീജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ പോയിന്റുള്ള നമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റാസ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ജാവയിൽ നമുക്ക് അസൈൻ ചെയ്യാം എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഒരു ഇനീഷ്യലി ഒരു ടെക്സ്റ്റ് ടൈപ്പുള്ള ഒരു ഡാറ്റയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് എന്നോ അല്ലെങ്കിൽ മൈ നെയിം ഈസ് അലന്നോ അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് എങ്ങനെയാണ് ജാവയിൽ അസൈൻ ചെയ്യാൻ നോക്കാം. സോ അതിന് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരാണെങ്കിൽ പ്ലേസ്, അസൈൻ കേരള. string text equal to section. സോ ഇതേ ടൈപ്പ് ഡാറ്റ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിൻ്റെ ഒരു റീഡബിൾ ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കുക, ആ വേരിയബിളിന് നെയിം കൊടുക്കുക, എന്നിട്ട് അസൈൻ, എന്നിട്ട് ഡബിൾ കോഡ്സിൽ എന്ത് വാല്യൂ ആണോ ആ വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ ബേസിക്കലി. സോ ഒരു നമ്പർ ടൈപ്പ് ഡാറ്റയാണ് നമുക്ക് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ നമ്പറുടെ യൂഷ്വലി നമ്മൾ സ്റ്റോർ ചെയ്യുക ഇൻഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനാണ്. വേരിയബിളിനൊരു പേര് കൊടുക്കുക, അസൈൻ ഈക്വൽ ടു 5, അല്ലെങ്കിൽ ഇൻഡ് സം ഈക്വൽ ടു 100. ഇതേപോലെയാണ് നമ്പർ നമ്മൾ
അസൈൻ ചെയ്യുക. നെക്സ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് പറയുകയാണെങ്കിൽ ബൂളിയൻ ടൈപ്പ്, അതായത് ട്രൂ ഓർ ഫാൾസ്, 0 ഓർ 1 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഇതിൽ വരുള്ളൂ. സോ ആ ഡാറ്റ ടൈപ്പ് നമ്മളെങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ ബൂളിയൻ ഈക്വൽ ടു ഇസ് ആക്റ്റീവ് ബൂളിയൻ ആണ് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം അസൈൻ ഈക്വൽ ടു ട്രൂ. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ഇസ് ആക്റ്റീവ് ഫാൾസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സിനാരിയോ ആണെങ്കിൽ. സോ ഇതേപോലെ ഒരു പോയിന്റുകൾ, അതായത് 10.99, 5 സംതിങ്, അങ്ങനത്തെ പോയിന്റ് ടൈപ്പ് വാല്യൂസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ്. അതിന് ഒരു എന്താ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നെയിമും കൂടെ കൊടുക്കുക. num1 കൊടുത്തു 7.99. സോ ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമ്മളെ യൂസ് കേസിനനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ടാവും. അത് ഓരോ യൂസ് കേസ് അനുസരിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. ഇനി ഈ ഡാറ്റ ടൈപ്പിനെ നമുക്ക് വാല്യൂ എടുക്കുന്നുണ്ട്, പക്ഷേ ഈ സ്ക്രീനിൽ കാണണം, ഈ കൺസോളിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, sys.println നമുക്ക് ഈ വേരിയബിളിന്റെ നെയിം അവിടെ പാസ് ചെയ്ത് കൊടുത്താൽ ഈ വേരിയബിളിലുള്ള വാല്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഞാൻ ഈ പ്ലേസ് എന്ന് പറയുന്ന വേരിയബിളും നമ്പർ എന്നുള്ള വേരിയബിളും പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഡബിൾ കോഡ്സിൽ യൂസറിന് മനസ്സിലാവണല്ലോ എന്താണ്. ജസ്റ്റ് ഇപ്പോൾ കേരള എന്ന് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പ്ലേസീസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും കൂടെ കൊടുത്തിട്ട് അതിനോട് ഈ പ്ലസ് എന്ന് മീൻസ് ഇത് അപ്പൻഡ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ വേരിയബിളിലുള്ള എന്ത് വാല്യൂ ആണോ അതിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കും, അത്രയേ ഉള്ളൂ. ഫേസ് ഈസ് കേരള, സം ഈസ് 100, പിന്നെ നേരത്തെ എഴുതിയ സംഭവങ്ങൾ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ അത്രയും പോർഷൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇവിടെ ഹാർഡ് കോഡ് ചെയ്തതാണ് വാല്യൂ. കേരള, മൈ നെയിം ഈസ് അക്ഷയ് എന്നും പിന്നെ അതേമാതിരി ഈ സമ്മിൻ്റെ വാല്യൂസ് ഒക്കെ ഹാർഡ് കോഡ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് യൂസറിൻ്റെ അടുത്തുനിന്ന് ഒരു വാല്യൂ എടുക്കണം എന്ന് വിചാരിക്കുക ഈ കൺസോളിൻ്റെ അകത്തുനിന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് നമുക്ക് നോക്കാം അടുത്തതായിട്ട്. അപ്പം യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഈ കൺസോളിൽ ഇങ്ങനെ ഇൻപുട്ട് ദ നം എന്ന് പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ട് സോ ഈ ലൈന് അതേപോലെ തന്നെ എഴുതാനൊന്ന് ഇപ്പം പഠിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കും ഓരോന്നും എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റിന്റെ പേരാണ് sc.nextInt എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ആ വാല്യൂ എടുക്കാൻ പറ്റും. അത് നമ്മൾ num2 എന്ന് പറയുന്ന ഒരു പുതിയ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. ആ അസൈൻ ചെയ്ത വാല്യൂ നമ്മൾ നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്തോട്ടെ, റൺ ചെയ്യാം. സോ ഇൻപുട്ട് ദ നം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു 50 എന്ന് അടിച്ചു കൊടുക്കാം, എന്നിട്ട് എൻ്റർ അടിക്കുക. യൂസർ ഗിവൺ നമ്പർ ഈസ് 50. ഇതേപോലെ നമുക്ക്
സ്ട്രിങ് ആയിട്ടുള്ള വാല്യൂസും ഇൻറ്റീജർ ആയിട്ടുള്ള വാല്യൂസും ഫ്ലോട്ട് ആയിട്ടുള്ള വാല്യൂസും എല്ലാം എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഐ ഗോട്ട് ഇറ്റ്, എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇത്രയും കോഡ് ബ്ലോക്ക് നമുക്കൊന്ന് കമന്റ് ചെയ്യാം. അതൊന്ന് ഓൾ സെലക്ട് ചെയ്തിട്ട് / അമർത്തിയാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇൻറ്റ് മാർക്ക് 75 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ യൂസറിന് എടുക്കാം, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് അസൈൻ ചെയ്തത്. ഇനി കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അതാണ് നോക്കാം. ഇഫ് എൽസ്, അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ബേസിക് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇഫ് ഇത് ജസ്റ്റ് ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണോ നമ്മുടെ കണ്ടീഷൻ, ആ കണ്ടീഷൻ എവിടെ ഇല്ല. ഇപ്പൊ മാർക്ക് >40 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ കോഡ് ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ സെലക്ട് ചെയ്ത് ഈ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇതിപ്പോൾ ഡയറക്റ്റ് ഹാർഡ് കോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റത്തെ ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഫാസ്റ്റ് കിട്ടും. സോ ഒരു ബേസിക് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഫ് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഈ ബ്രാക്കറ്റ്സിൽ എഴുതുക, ആ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയാണെങ്കിൽ ഈ കോഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഈ കോഡ് ബ്ലോക്ക്. ഇനി കുറച്ചും കൂടെ നെക്സ്റ്റഡ് ഇഫ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ ചെയ്തു നോക്കാം. ഇത് റിമൂവ് ചെയ്യുക, ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണ്ട. ജസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട് വിചാരിക്കുക. ഒരു >40 പകരം >90 വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മാർക്ക് കിട്ടിയാക്ക് A+ കിട്ടി. അതേപോലെ വേറൊരു കേസ് എൽസ് ഇഫ് വേറൊരു കണ്ടീഷൻ നമുക്ക് എഴുതാം. മാർക്ക് >80 ആണെങ്കിൽ B+ അല്ല A കൊടുക്കുക. മാർക്ക് >70. ഇങ്ങനെ നെക്സ്റ്റഡ് ആയിട്ട് നമുക്ക് കണ്ടീഷൻസ് പോകാൻ പറ്റും. ഇതിനാണ് നമ്മൾ നെക്സ്റ്റഡ് കണ്ടീഷനിങ് അല്ലെങ്കിൽ നെക്സ്റ്റഡ് ഇഫ് കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. സോ ഫസ്റ്റത്തെ കേസ് >90 ആണെങ്കിൽ ഈ കോഡ് ബ്ലോക്ക്, അതായത് ഈ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. അടുത്തൊരു കണ്ടീഷൻ >80 ആണെങ്കിൽ ഈ കോഡ് ബ്ലോക്ക്, >70 ആണെങ്കിൽ ഇത്. അതൊന്നും അല്ലാത്തൊരു കേസ് ആണെങ്കിൽ കുട്ടി തോറ്റു. ഇത് കുറെ കേസസ് ഇനി വേറെ എഴുതാനുണ്ട്. ഇപ്പോ ഇതേപോലെ ബാക്കിയുള്ള കേസസ് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതാണ്, ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഒരു നെക്സ്റ്റഡ് ഇഫിന്റെ കോൺസെപ്റ്റ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ അസൈൻമെന്റ്സ് പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വർക്ക്ഔട്ട് രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വെച്ച് ട്രൈ ഔട്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. സോ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഇഫ് പോലെ തന്നെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. അതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെങ്ങനെയാ നോക്കാം.
ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒന്ന് റൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേ 1 ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ കേസ് എക്സിക്യൂട്ട് ആവും. ഇഫിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് 2 എക്സിക്യൂട്ട് ആവും, അല്ലെങ്കിൽ ഡിഫാൾട്ട് എക്സിക്യൂട്ട് ആവും. ഇപ്പോൾ ഇവിടെ ഡേ 4 ആണ്. ഡേ 4 1 അല്ല 2 അല്ല, അല്ലാതെ ഡിഫാൾട്ട് ആയിട്ട് ഉള്ള സിനാരിയോ ആണ്. അതായത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അല്ല. അതുകൊണ്ടാണ് നോ ഡേ എന്ന് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ സൺഡേ എന്നുള്ളത് പ്രിന്റ് ആവും. സൺഡേ എന്ന് പ്രിന്റ്. ഇപ്പൊ 2 എന്നാണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ആവും. മൺഡേ പ്രിന്റ് ആവും. സോ ഇനീഷ്യലി രണ്ടും കൂടെ പഠിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് പഠിക്കാം. ഒന്നെങ്കിൽ ഇഫ് അല്ലെങ്കിൽ സ്വിച്ച്. ഇതിപ്പോ മാർക്കിന്റെ സിനാരിയോയിൽ മാത്രമല്ല കേട്ടോ. ഇതേപോലെ നമുക്ക് വേറെ സിനാരിയോസ്, ഒരു സ്ട്രിങ്ങിന്റെ ആയിക്കോട്ടെ, ഡെസിമലിന്റെ ആയിക്കോട്ടെ, ബൂളിയൻ വേരിയബിൾ ആയിക്കോട്ടെ, ഒക്കെ ഇങ്ങനെ കണ്ടീഷൻസ് ചെയ്താൽ പറ്റും. ഇപ്പൊ ഒരു ബൂളിയന്റെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നോക്കാനാണെങ്കിൽ ഒരു ബൂളിയൻ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്, ഇസ് ആക്റ്റീവ് ട്രൂ. സോ അതിന്റെ ഒരു ഇക്വൽസ് ചെയ്താൻ പറഞ്ഞാൽ ഈക്വൽ ടു ട്രൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇസ് ആക്റ്റീവ് ട്രൂ ആണ്. സോ അത് മാത്രം മതി. പക്ഷെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ട്രൂ ആണെങ്കിൽ ഒരു യൂസർ ഈസ് ആക്റ്റീവ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഇതിപ്പോ ഓൾറെഡി ഹാർഡ് കോഡർ ആയതുകൊണ്ട് യൂസർ ആക്റ്റീവ് ആണ്, ഈസ് ആക്റ്റീവ് എന്ന് പറയും. ഇതിപ്പോ ഫാൾസ് ആക്കുകയാണെങ്കിൽ ഈ സിനാരിയോയില് നോട്ട് ആക്റ്റീവ് എന്നുള്ള കേസും കിട്ടും. അതായത് ഈ ഇഫ് എൽസ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊരു കണ്ടീഷൻ ചെയ്താലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈക്വൽ ടു ട്രൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇങ്ങനെ എഴുതിയാലും ഇത് വർക്കാവും. ഇതാണ് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് രീതി. അതേമാതിരി സ്ട്രിങ്ങിന്റെ വാല്യൂസ് ആയിക്കോട്ടെ, ഏത് വാല്യൂസും നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാം. എല്ലാവർക്കും അറിയുന്ന ബേസിക് ഓപ്പറേറ്റേഴ്സ്. പ്ലസ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ 5+6 എന്നുള്ള വാല്യൂ 11 ആഡ് ചെയ്തിട്ട് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ആവും. അതേമാതിരി വേറൊരു num2 എന്ന് പറയുന്നത് 6 - 5 സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. num3 = 5 ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂസ് ആവാം, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസും നമുക്ക് മൾട്ടിപ്ലൈ യൂസ് ചെയ്യാം. num3 / num2. സോ ഈ വേരിയബിൾ ഡിവൈഡഡ് ബൈ ഈ വേരിയബിൾ, ഡിവിഷൻ ഉണ്ട്. ഇനി അല്ലാത്തൊരു ഡിഫറെന്റ് വേരിയബിൾ ഒരു ഓപ്പറേറ്റർ പറയുകയാണെങ്കിൽ ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. ഇത് 10 മോഡുലസ് 2. മോഡുലസ് എന്ന് പറഞ്ഞാൽ 10/2 റിമൈൻഡർ വാല്യൂ എന്തായിരിക്കും സിനാരിയോയില് ഈ ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആണ്. സോ 0 ആയിരിക്കും വാല്യൂ ആയിട്ട്. ഒന്ന് ജസ്റ്റ് വെരിഫൈ. 0 ആണ്. ഇപ്പോ 0 അല്ലാത്ത ഒരു ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10/3 എന്നുള്ളതല്ല, മോഡുലസ് ഓഫ് 3 എന്നാണ് കറക്റ്റ് ആയിട്ട് വായിക്കുക. 10/3 എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പോയിന്റ് വാല്യൂ ഉണ്ടാവും. അതായത് 1 ആയിരിക്കും ആ വാല്യൂ റിമൈൻഡർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുക. 1 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുക. സോ മോഡുലസ് എന്താണ്, ഡിവിഷൻ എന്താ, മൾട്ടിപ്ലിക്കേഷൻ എന്താ, അതെല്ലാവർക്കും അറിയുന്ന സിനാരിയോസ് ആണ്. അതാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വേറെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ഇഫിൽ നേരത്തെ എഴുതിയ ഇപ്പൊ ഗ്രേറ്റർ ദാൻ എന്നുള്ള വാല്യൂ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലെസ് ദാൻ എന്നുള്ള വാല്യൂ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്.
ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 ലൈനിൽ ഇങ്ങനെ ഇട്ടാൽ നമുക്കത് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. വേറൊരു ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. നമുക്ക് ആൻഡ് ഓർ നോട്ട് അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇൻഡ് അറ്റൻഡൻസ് ഈക്വൽ ടു 75, ഇൻഡ് ഇന്റേണൽ മാർക്ക് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ആണെങ്കിൽ എലിജിബിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. വാല്യൂസ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് റാൻഡം വാല്യൂസ് ആണ്. ആണെങ്കിൽ മാത്രം എന്നുള്ള 2 കണ്ടീഷന് സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ, ഫസ്റ്റത്തെ ഒരു കണ്ടീഷനായിട്ട് അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആൻഡ് ഇന്റേണൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23. ഇതിന് ജസ്റ്റ് ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ്സ് ഇങ്ങനെ കൊടുത്താൽ കുറച്ചും കൂടെ നന്നാണ്. സോ ഈ 2 കണ്ടീഷനും അറ്റൻഡൻസ് ഗ്രേറ്റർ ദാൻ 75, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 ആൻഡ് ഇന്റേണൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23, ഈ 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ കോഡ് ബ്ലോക്ക് കയറൂ, അല്ലെങ്കിൽ അതിന്റെ എൽസ് ബ്ലോക്കിലേക്കും കയറും. സോ ആ പോയിന്റ് കിട്ടിയല്ലോ, അതിനാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഓർ കണ്ടീഷന്റെ ഒരു കേസ് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം ടൈം സേവിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അറ്റൻഡൻസിന് പകരം അസൈൻമെന്റ് ഇവിടെ ഇപ്പോൾ അസൈൻമെന്റ് 1, അസൈൻമെന്റ് 2 എന്ന് പറയുന്ന 2 വേരിയബിൾസിലേക്ക് ട്രൂ ഫാൾസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ജസ്റ്റ് ഒരു കേസ്. സോ അസൈൻമെന്റ് 1 ഇപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർ കണ്ടീഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അസൈൻമെന്റ് 1 2 ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ അയാൾ എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അയാൾ എലിജിബിൾ അല്ല, ആ പർട്ടിക്കുലർ ആൾ എലിജിബിൾ അല്ല. അങ്ങനത്തെ ഒരു കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ബേസിക്കലി. സോ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് വെക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്. രണ്ട് സിനാരിയോയിൽ എലിജിബിൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടും ട്രൂ അല്ല എന്ന് വിചാരിക്കും. 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ല, അപ്പോൾ ഏത് സിനാരിയോ ആണ് നോക്കാം. നോട്ട് എലിജിബിൾ ആയിരിക്കും എന്തായാലും രണ്ടാമത്തെ കേസ്, നോട്ട് എലിജിബിൾ. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഈ ആൻഡും ഓറും ഓപ്പറേറ്റേഴ്സും ഒന്ന് എയിമാക്കാൻ നോക്കുക. ഇതേപോലെ കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. കോംപ്ലിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അസൈൻമെന്റ് 1 2 വാല്യൂ ഫാൾസ് അല്ലേ. സോ എനിക്ക് പ്രോഗ്രാമാറ്റിക്കലി അത് ട്രൂ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ കോംപ്ലിമെന്റ് ഇത് ഇവിടെ കൊടുത്താൽ മതി, കോംപ്ലിമെന്റ് കൊടുക്കുക. അപ്പോൾ എന്താണോ അതിന്റെ വാല്യൂ ഫാൾസ് ആണെങ്കിൽ അത് ട്രൂ ആവും, ഏതാണോ അതിന്റെ വാല്യൂ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. എലിജിബിൾ ആയിട്ട്, കാരണം ഞാൻ പ്രോഗ്രാമാറ്റിക്കലി
അതിൻ്റെ കോംപ്ലിമെൻ്റ് കൊടുക്കും. ഇതിൻ്റെയൊക്കെ യൂസ് കേസസ് ഉണ്ട്. അത് ഓരോരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം അതിൻ്റെയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ആക്ച്വൽ യൂസ് കേസ് എങ്ങനെയാണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്